നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ഹിന്ദുക്കളുടെ മുതലാളി ബി.ജെ.പി. അല്ല. ബി.ജെ.പി. ഭരണത്തിൽ എത്തുന്നതിന് മുമ്പും ഹിന്ദുക്കൾ ഇവിടെ ജീവിച്ചിരുന്നു. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം നടത്തൂ, വിശ്വാസികളെ വെറുതെ വിടും. പുതിയ ലോക്സഭയും പുതിയ സർക്കാരും നിലവിൽ വന്നതിന് ശേഷം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലുണ്ടായത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ 2 ഭരണകാലത്തും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകാൻ ആവശ്യമായ സീറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മാറിയിരിക്കുന്നു. കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഏതാണ്ട് 1.25 മണിക്കൂറോളം നീണ്ടൊരു പ്രസംഗം നടത്തി. 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ തെറ്റായ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും നയങ്ങളും രാഹുൽ എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം നടത്തിയത്. ഇതിനിടയിൽ ചില ദേവന്മാരുടെ ചിത്രം ഉയർത്തിക്കാട്ടി ഹിന്ദു എന്ന വാക്ക് പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഹിന്ദുക്കൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചിലർ രാവും പകലും ഹിംസയിലും വിദ്വേഷത്തിലും ഏർപ്പെടുകയാണ്. ഹിന്ദുക്കൾ ഒരിക്കലും ഭയവും വെറുപ്പും പടർത്തില്ല. അഹിംസയും ധൈര്യവും ഹിന്ദുക്കളുടെ പ്രത്യേകത തന്നെയാണ്. പരമശിവന്റെയും മറ്റും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഇങ്ങനെ പ്രസ്താവിച്ചത്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നു. ഓം ബിർള സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അഭിനന്ദിക്കാൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറുടെ അടുത്തെത്തി. രാഹുൽ ഹസ്തദാനം ചെയ്തപ്പോൾ നിവർന്നു നിന്ന സ്പീക്കർ നരേന്ദ്രമോദി കൈകൊടുത്തപ്പോൾ നട്ടെല്ല് വളഞ്ഞ് കുനിഞ്ഞു നിൽക്കുന്നു. ഇത് ശരിയല്ലെന്നും രാഹുൽ ഗാന്ധി സഭയിൽ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ 2 സംഭവങ്ങളും ഇപ്പോൾ ലോക്സഭയുടെ രേഖകളിൽ നിന്നും മാറ്റുന്നതിന് സ്പീക്കർ തീരുമാനിച്ചതായി വാർത്തയും വന്നു. സ്പീക്കറുടെ നടപടിയോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോ അതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങളോ അല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കുവാനോ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അഭിപ്രായം പറയുവാനോ ഉള്ള അവകാശം അധികാരവുമുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ മതവിശ്വാസികളാണ് ഹിന്ദു മതത്തിലുള്ളത്. ഹിന്ദു മതവിശ്വാസികൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താങ്ങും തണലും ആവശ്യമേ ഇല്ല. ഭാരതം എന്നത് ഹൈന്ദവ സംസ്കാരത്തിന്റെ അടിത്തറയുള്ള ഭൂപ്രദേശമാണ്. രാഹുൽ ഗാന്ധി ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ച് ഹിന്ദുമത വിശ്വാസികളെ എല്ലാവരെയും അധിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി.ജെ.പി. നേതാക്കൾ ഇപ്പോൾ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദു എന്ന വാക്കും അതിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള കോടിക്കണക്കിന് വിശ്വാസികളും ബി.ജെ.പിയുടെ ചിലവിൽ കഴിയുന്ന ജനസമൂഹമല്ല. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. എന്നല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിക്കേണ്ട ബാധ്യത ഹിന്ദുക്കൾക്കില്ല. മാത്രവുമല്ല, ബി.ജെ.പി. നേതാക്കൾ പറയുന്നത് കേട്ടാൽ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുമത വിശ്വാസികളും ബി.ജെ.പിയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് തോന്നിപ്പോകും. നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കൾ മാത്രമല്ല ജീവിക്കുന്നത്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുമാരും പാഴ്സികളും ഒക്കെ സഹോദര ഭാവത്തോടുകൂടി ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. ഇവർക്കിടയിൽ ഹിന്ദു എന്ന വാക്കും വികാരവും ഇളക്കിവിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ അവസരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അതിനെ നേരിടുക തന്നെ ചെയ്യും. മാത്രവുമല്ല, ഇന്ത്യ എന്നത് ലോകത്തിന് തന്നെ മാതൃകയായ ജനാധിപത്യത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അത്തരം ഒരു രാജ്യത്ത് ഭരണത്തിൽ വരുന്നവരോ പ്രതിപക്ഷത്തിരിക്കുന്നവരോ ഒരു കാരണവശാലും മതപരമായ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുവാൻ പാടില്ല എന്നതാണ് മാന്യമായ നിലപാട്. ഇവിടെ ബി.ജെ.പി. നേതാക്കൾ പറയുന്ന വാക്കുകൾ കേട്ടാൽ സ്വതന്ത്ര ഭാരതത്തിൽ ഹിന്ദുക്കളെ മുഴുവൻ സംരക്ഷിച്ചത് അവരാണ് എന്ന് തോന്നിപ്പോകും. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 അതിനുശേഷം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളിലൂടെ പല സർക്കാരുകളും രാജ്യഭരണം നടത്തി. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ബി.ജെ.പി. ജന്മം എടുത്തത് 1980 സ്വാതന്ത്ര്യത്തിന് ശേഷം 1980 വരെയുള്ള അരനൂറ്റാണ്ടുകാലം രാജ്യം കോൺഗ്രസും ജനതാ പാർട്ടിയുമാണ് ഭരിച്ചത്. ഈ കാലങ്ങളിലെല്ലാം ഇന്ത്യയിലെ ഹിന്ദുക്കൾ കരഞ്ഞുകൊണ്ട് ജീവിക്കുകയായിരുന്നു എന്നോ അതല്ല ബി.ജെ.പി. അധികാരത്തിൽ വരുന്നതുവരെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ പാകിസ്ഥാനിലോ ചൈനയിലോ ജീവിക്കുകയായിരുന്നോ എന്നുമൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് നേതാക്കൾ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളുടെ മുതലാളി തങ്ങളാണ് എന്ന രീതിയിലാണ് ബി.ജെ.പി. നേതാക്കൾ പ്രസ്താവനകൾ നടത്തുന്നത്. 1996 വാജ്പേയി ആദ്യമായി ബി.ജെ.പി. നേതൃത്വത്തിൽ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ എത്തിയത്. 3 തെരഞ്ഞെടുപ്പുകളിൽ വാജ്പേയി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ഈ കാലത്തിന് മുമ്പ് ഇന്ത്യയിൽ ഹിന്ദു മതവിശ്വാസികൾ യാതൊരു ഭിന്നിപ്പും ദുരിതവും അനുഭവിക്കാതെ ജീവിച്ചിരുന്നു എന്ന കാര്യത്തിൽ ആരും ഒരു വിശദീകരണവും നടത്തേണ്ട കാര്യമേ ഇല്ല.
1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 50 വർഷത്തിന് ശേഷമാണ് BJP എന്ന പാർട്ടി പോലും ഉണ്ടാകുന്നത്. ഈ പാർട്ടി ജന്മം എടുക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു എന്നും അവരെല്ലാം മറ്റ് പ്രതിഷേധങ്ങളും വൈരാഗ്യങ്ങളും ഇല്ലാതെ ജീവിച്ചു എന്നതും മറച്ചുവെക്കേണ്ട കാര്യമല്ല. ഹിന്ദുമതത്തിന്റെ കീഴിൽ നൂറുകണക്കിന് ജാതികളും ഉപജാതികളുമുണ്ട്. ഇന്ത്യൻ ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന ഈ ഹൈന്ദവ സമൂഹം വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ ഇഷ്ടപ്പെടുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി ഹിന്ദുക്കളെ ഹിന്ദുക്കളായി ജീവിക്കാൻ അനുവദിക്കൂ. ഹിന്ദുക്കളുടെ മൊത്ത കച്ചവടം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുക്കേണ്ടതില്ല. ഹിന്ദുക്കളുടെ മേൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രത്യേകിച്ച് ഒരു അവകാശവും അധികാരവുമില്ല. ഹിന്ദുക്കൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള പരമശിവന്റെയും മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും ഭദ്രകാളിയുടെയും ഒക്കെ രൂപങ്ങളും ചിത്രങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുവാനും അവയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിച്ചു നിൽക്കുവാനുമുള്ള സ്വാതന്ത്ര്യം മതവിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ്. അതിനുമേൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരം ഉറപ്പിക്കാൻ ഇന്ത്യൻ ജനാധിപത്യം അനുവദിക്കുന്നില്ല എന്ന കാര്യം എല്ലാ പാർട്ടിക്കാരും ഓർമ്മിച്ചാൽ നല്ലത് തന്നെ. നന്ദി, നമസ്കാരം.